ഇന്നത്തെ റെസിപ്പി ഷെഫിള്ളയുടെ നിർവ്വാണമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മീൻ വലിയ മീനാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നിർവ്വാണം ഉണ്ടാക്കാമെന്ന്. എറണാകുളം പോയപ്പോൾ ഞങ്ങൾ ഷെഫിള്ളയുടെ നിർവ്വാണം കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതാണ് ഞാനിത് ഉണ്ടാക്കാൻ കാരണം. ഇത് നല്ല ഇതാണ്. സാധാരണ മീൻ നേരാക്കണ പോലെ തന്നെ മീൻ നേരാക്കിയതിന് ശേഷം വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, പെരുംജീരകം, ഉപ്പ്, വിനാഗിരി, പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ മസാല ഉണ്ടാക്കിയിട്ട് മീൻ തേച്ചിട്ട്, പിന്നെ കളറിന് വേണ്ടി ഞാൻ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അത് നല്ല തേച്ചിട്ട് 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഞാൻ എയർ ഫ്രൈ ഉണ്ട് ഇവിടെ. എയർ ഫ്രൈയിലാണ് ഞാൻ ഉണ്ടാക്കാൻ വേവിച്ചെടുക്കുന്നത്. ഇല്ലാത്ത ആൾക്കാർ ചീനച്ചട്ടിയോ പാനോ വേവിച്ചെടുക്കുക. നല്ല ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. മീൻ പകുതി വേവിലാണ് ഇത് വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് മസാലയാണ്. അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് അത് 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് വഴഞ്ഞ് വരുമ്പോൾ വലിയ ഉള്ളിയും തക്കാളിയും കരിവേപ്പിലയും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ട് മാറ്റി വെക്കുക. ഒരു വാടയിലെടുത്ത് അത് വാട്ടിയതിന് ശേഷം അതിലേക്ക് ആദ്യം മസാല ഇടുക. ഉണ്ടാക്കി വെച്ച മസാല ഇടുക. അതിന് ശേഷം മീനെ വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും മസാല ഇടുക. പിന്നെ മാങ്ങയാണ് ചേർക്കുന്നത്. മാങ്ങ ചെറുതായി അരിഞ്ഞ് അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. നാളികേരപ്പാൽ ഒഴിക്കുക. കുരുമുളക് പൊടി ക്രഷ് ചെയ്ത് ഒഴിക്കുക. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ കെട്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെക്കണം. വെച്ചതിന് ശേഷം നല്ല അടച്ച് വെക്കണം. ചെറുതീയിൽ വേണത് വേവിച്ചെടുക്കാൻ. അങ്ങനെ 5-10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും മറിച്ചിടുക. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം ഇല കരിഞ്ഞ് നല്ല വാടല കരിയും ചെയ്യും. നല്ല മണം വരും. അപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കഴിക്കാനാണെങ്കിൽ അതിനേക്കാട്ടും ടേസ്റ്റാണ്. കാരണം മാങ്ങയുടെയും നാളികേരപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ മസാലിൻ്റെ വെരിയാത്ത മസാലിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിന് ചോറിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കൂട്ടിയിട്ട് തന്നെ നല്ല ചോറുണ്ണ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ കൊളസ്ട്രോൾ ആൾക്കാർക്കൊക്കെ നല്ലതുപോലെ വേവിച്ച് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ പറയുക.